ഹലോ ഫ്രണ്ട്സ്, JK സോളാർ സൊല്യൂഷൻസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സോളാർ എനർജിയായിട്ട് ബന്ധപ്പെട്ട് അതല്ലെങ്കിൽ ബാക്കപ്പ് സൊല്യൂഷൻസുമായിട്ട് റിലേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു പുതിയ ഇൻഫോർമേഷൻ വീഡിയോ ആണ് പോസ്റ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇന്ന് നമ്മളിവിടെ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കുന്ന ഒരു 2.5 kVA സോളാർ കോമ്പാറ്റബിൾ സിസ്റ്റമാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുമല്ലോ. അതുകൊണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനായിട്ട് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കാനായിട്ട് ശ്രമിക്കുമല്ലോ. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ഇൻവെർട്ടർ ബാക്കപ്പ് സിസ്റ്റങ്ങൾ, സോളാർ ഓഫ് ഗ്രിഡ് സിസ്റ്റങ്ങളൊക്കെ പക്കായിട്ട് ഡിസൈൻ ചെയ്ത ഒരു സിസ്റ്റം ആണെങ്കിലേ ഉള്ളൂ നമുക്ക് നല്ല ലൈഫ് അന്ന് കിട്ടുള്ളൂ, അല്ലെങ്കിൽ നല്ല സ്മൂത്ത് ആയിട്ടുള്ള വർക്കിംഗ് നമുക്ക് സാധ്യമാകത്തുള്ളൂ. ഇപ്പോൾ നമുക്ക് ഒരുപാട് ലോഡുകളുള്ള ഒരു വീട്ടിലേക്ക് 1 kVA സിസ്റ്റം വെക്കുകയോ അല്ലെങ്കിൽ കുറഞ്ഞ ലോഡ് മാത്രമുള്ള ഒരു വീട്ടിലേക്ക് 3 kVA സിസ്റ്റം വെക്കുകയോ ചെയ്യുന്നതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനങ്ങളില്ല. നമുക്കത് കൃത്യമായിട്ടുള്ളൊരു ഡിസൈൻ അല്ലെങ്കിൽ നമ്മുടെ ലോഡ് സൈഡ് കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് എത്ര സമയം ബാക്കപ്പ് വേണം എന്നതിനനുസരിച്ച്, ഇപ്പോൾ സോളാർ സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്കപ്പ് അവിടെ ഒരു വിഷയമല്ല, കാരണം പകൽ സമയത്ത് ഫുൾ ടൈം സോളാർ അവൈലബിലിറ്റി ഉള്ളതുകൊണ്ട് തന്നെ ആ പ്രശ്നം വരുന്നില്ല. നമുക്ക് രാത്രി സമയത്തേക്ക് എത്ര സമയം ബാറ്ററി തന്നെ ഓടണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ തീരുമാനിക്കേണ്ടതുണ്ട്. പകൽ സമയത്ത് ലൈവ്ലി വർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ലോഡുകൾ, അപ്പോൾ അവയെപ്പറ്റിയൊക്കെയുള്ളൊരു ഓവറോൾ വിശദമായിട്ടുള്ള ഒരു ചർച്ചയൊന്നും ചെയ്യാനായിട്ട് നമുക്ക് സാധ്യമല്ല. എങ്കിലും ഒരു ഓവറോൾ ഐഡിയ ഇത് കാണുന്നവർക്ക് കിട്ടത്തക്ക രീതിയിലുള്ള ഒരു വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയുടെ വിശദവിവരങ്ങളിലേക്ക് പോകാം. ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത് 2.5 kVA കപ്പാസിറ്റിയുള്ള ലഗ്നോ എന്ന് പറയുന്ന ബ്രാൻഡിങ്ങിൽ വരുന്ന നമ്മുടെ ചാനലിലൂടെ ഒരുപാട് വീഡിയോസ് ഈ ടൈപ്പ് ഇൻവെർട്ടർ ഉപയോഗിച്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് അത്യാവശ്യം ക്യാബിൻ സൈസ് വരുന്ന 2500 VA കപ്പാസിറ്റിയിലുള്ള ഒരു സോളാർ കോമ്പാറ്റബിൾ ഇൻവെർട്ടറാണ്. ഇവിടെ സോളാർ കോമ്പാറ്റബിൾ എന്ന് പറയാനുള്ള കാരണം ഇവിടെ MPPT അല്ലെങ്കിൽ ഒരു ചാർജ് കൺട്രോളർ ഇതിനകത്ത് ഇൻബിൽറ്റ് ആയിട്ടില്ല. നമുക്ക് ആവശ്യമുള്ള സമയങ്ങളിൽ സോളാറിലോട്ട് കൺവേർട്ട് ചെയ്യാനും സോളാർ പാനൽ വെക്കുന്നതിന് മുൻപ് വരെ നമുക്ക് സാധാ ഇൻവെർട്ടറായിട്ട് യൂസ് ചെയ്യാനായിട്ടുള്ള സംവിധാനത്തിലാണ് ഈ ഇൻവെർട്ടർ റെഡിയാക്കിയിട്ടുള്ളത്. അതായത് നമുക്ക് KSEB ഗ്രിഡ് ചാർജിങ് ഇനേബിൾ ചെയ്യാനും ഡിസേബിൾ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇൻവെർട്ടറിൻ്റെ ബാക്ക് സൈഡിലുണ്ട്. അപ്പോൾ നമ്മുടെ വീടുകളിലേക്ക് സ്ഥാപനങ്ങളിലേക്കൊക്കെ ബാക്കപ്പ് സൊല്യൂഷൻസ് അല്ലെ സോളാർ ഓഫ് ഗ്രിഡ് സിസ്റ്റങ്ങളെക്കുറിച്ചൊക്കെ ആലോചിക്കുമ്പോൾ തന്നെ ഇത്തരത്തിലുള്ള സോളാർ കോമ്പാറ്റബിൾ ഇൻവെർട്ടറിൻ്റെ കാര്യം മനസ്സിലൊന്ന് വെച്ചേക്കുക. അതായത് നമുക്ക് ഭാവിയിലേക്ക് സോളാറിലോട്ട് മാറാനേ പ്ലാനുള്ളൂ. ഇപ്പോൾ തൽക്കാലം സോളാറിലോട്ട് മാറാൻ പ്ലാൻ ഇല്ലെങ്കിൽ എടുക്കുമ്പോൾ തന്നെ ഇൻവെർട്ടർ ഇത്തരത്തിലുള്ള സോളാർ കോമ്പാറ്റബിൾ എടുക്കുക. അപ്പോൾ പിന്നീട് നമുക്ക് കുറച്ച് കാലത്തിന് ശേഷം ഒരു സോളാർ പാനലോ അല്ലെങ്കിൽ അതിനനുസരിച്ച് സോളാർ പാനലുകൾ ആഡ് ചെയ്തുകൊണ്ട് ആ ഇൻവെർട്ടറിനെ നമുക്ക് ഈസി ആയിട്ട് സോളാറിലോട്ട് കൺവേർട്ട് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. സാധാരണ ഒരു ഇൻവെർട്ടർ നമ്മൾ സോളാറിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമുക്ക് KSEB ചാർജിങ്, സോളാർ ചാർജിങ് മാനേജ് ചെയ്യുന്നതിനകത്തൊക്കെ ബുദ്ധിമുട്ടുണ്ട്. നമ്മൾ മുൻപും പല വീഡിയോകളിലൂടെ വിവരിച്ചിട്ടുള്ളതാണ്. ഇവിടെ ഇപ്പം നമ്മൾ കാണിക്കുന്നത് ഒരു ബാക്കപ്പ് സൊല്യൂഷനായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന ഒരു സിസ്റ്റമാണ്. ഇവിടെ നമ്മൾ 2500 VA ഈ സോളാർ കോമ്പാറ്റബിൾ ഇൻവെർട്ടറും ഈ കാണുന്ന രീതിയിലുള്ള ഒരു ഷോർട്ട് ട്യൂബുലാർ 2 ബാറ്ററികൾ ഉപയോഗിച്ചുകൊണ്ടുള്ളൊരു സിസ്റ്റമാണ്. ഇവിടെ 180 AH കപ്പാസിറ്റിയിൽ വരുന്ന 2 C20 ബാറ്ററികളാണ് ഉപയോഗിക്കുന്നത്. ഈ സിസ്റ്റത്തിൻ്റെ പർപ്പസ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇവിടെ ഒരു സൗണ്ട് സിസ്റ്റത്തിന് ബാക്കപ്പായിട്ടാണ്. അതായത് പെട്ടെന്നുണ്ടാകുന്ന പവർ ഫെയിലിയറിൻ്റെ സമയത്തൊക്കെ മിക്സറുകൾക്ക് കംപ്ലൈൻറ്റ് വരാതിരിക്കാനൊക്കെ ആയിട്ടാണ് നമ്മൾ ഈ സ്പെഷ്യലി ഇവിടെ പർട്ടിക്കുലറായിട്ട് ഈ ഒരു കേസിലൂടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതേ സിസ്റ്റങ്ങൾ തന്നെ നമുക്ക് 200 AH C10 ബാറ്ററികൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ സിസ്റ്റങ്ങൾ ചെയ്യാം. ഭാവിയിലേക്ക് വേണമെങ്കിൽ സോളാർ പാനലുകൾ ആഡ് ചെയ്തുകൊണ്ട് സിസ്റ്റത്തിനെ നമുക്ക് പൂർണ്ണമായിട്ടും സോളാറിലോട്ട് മാറ്റാൻ സാധിക്കും. ഇപ്പോൾ പറഞ്ഞു വരുന്നത് നമ്മളൊരു സിസ്റ്റങ്ങൾ ബാക്കപ്പ് സൊല്യൂഷൻസ് പ്രത്യേകിച്ച് വീടുകളിലേക്ക് ആലോചിക്കുന്ന സമയങ്ങളിൽ സോളാർ കോമ്പാറ്റബിൾ ആയിട്ടുള്ള ഇൻവെർട്ടർ എങ്കിലും വെക്കാനായിട്ട് നമ്മൾ ആലോചിക്കുക. നമുക്ക് ബാറ്ററികൾ C20 ബാറ്ററികളാണെങ്കിൽ കൂടി നമുക്ക് ആംബിയർ ലിമിറ്റ് ചെയ്ത് കൊടുത്തുകൊണ്ട് ഇടയ്ക്കൊക്കെ KSEB ചാർജ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് സോളാറിലോട്ട് യൂസ് ചെയ്യുന്നതിനകത്ത് ബുദ്ധിമുട്ടില്ല. പക്ഷേ ഇൻവെർട്ടറുകൾ നമ്മൾ പൂർണ്ണമായിട്ടും സോളാർ കോമ്പാറ്റബിൾ ആയിരിക്കണം. ഇപ്പോൾ ഇവിടെ നമുക്ക് കാണുന്നത് സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സിംഗിൾ ബാറ്ററി സോളാർ ഓഫ് ഗ്രിഡ് സിസ്റ്റമാണ്. ഇവിടെ നമ്മൾ 200 AH ഒരു C10 ബാറ്ററിയും അതുപോലെ തന്നെ 1650 VA കപ്പാസിറ്റിയുള്ള സിംഗിൾ ബാറ്ററിയിൽ വർക്ക് ചെയ്യുന്ന ഒരു സോളാർ കോമ്പാറ്റബിൾ ഇൻവെർട്ടറാണ്. ഇതിനോട് ചേർത്ത് തന്നെ നമ്മളൊരു MPPT ചാർജ് കൺട്രോളറും ഒരു 450 വാട്ട്സിൻ്റെയോ 530 വാട്ട്സിൻ്റെയോ ഒരു സോളാർ പാനൽ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വീട്ടിലുള്ള ലൈറ്റ് ലോഡുകൾ പൂർണ്ണമായിട്ട്, അതായത് ലൈറ്റ് ലോഡ് എന്ന് പറയുമ്പോൾ ലൈറ്റ് എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത്, ലൈറ്റ് പവർ കൺസ്യൂമിങ് ഡിവൈസസ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു 500 വാട്ട്സ് താഴെ പവർ കൺസ്യൂം ചെയ്യുന്ന വീട്ടിലുള്ള സകല ലൈറ്റുകൾ, എല്ലാ ഫാനുകൾ, TVകൾ, ഒരു 150-200 വാട്ട്സ് താഴെയുള്ള ഇൻവെർട്ടർ ടെക്നോളജിയിലുള്ള ഫ്രിഡ്ജുകൾ, അത്യാവശ്യമുള്ള ചെറിയ ലോഡുകളെല്ലാം തന്നെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ നമുക്കൊരു 2000 രൂപ താഴെയുള്ള ബില്ലുകളൊക്കെ ഒരു പരിധി വരെ അതിൻ്റെ ഒരു 50% നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റും. ഡെയിലി ഒരു 2 യൂണിറ്റ് മുതൽ 3 യൂണിറ്റ് വരെ നമുക്ക് അച്ചീവ് ചെയ്യാം. ഇത് മാത്രമല്ല ഫുൾ ടൈം നമുക്ക് വീട്ടിൽ പവർ സപ്ലൈ ഉണ്ടായിരിക്കും. അതാണ് ഇത്തരത്തിലുള്ള ചെറിയ സിസ്റ്റങ്ങളുടെ ഗുണം. ഇത് നമുക്ക് ഒരു 60,000 രൂപ മുതൽ 80,000 രൂപ വരെയുള്ള മുതൽ മുടക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ചെറിയ ഹൈബ്രിഡ് ഇൻവെർട്ടറുകൾ, ഇവിടെ ഹൈബ്രിഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ ഇൻബിൽറ്റ് ആയിട്ട് നമുക്ക് ചാർജ് കൺട്രോളർ വരുന്ന ഡിവൈസുകളാണ്.
ഇപ്പോൾ നമുക്ക് മഴക്കാലത്ത് KSEB ചാർജിങ് ഇനേബിൾ ചെയ്ത് കൊടുക്കാനൊക്കെ അറിയത്തില്ലാത്ത ആൾക്കാരാണ്, അല്ലെങ്കിൽ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഹൈബ്രിഡ് സിസ്റ്റംസ് ഉപയോഗിച്ചാൽ ഇതൊക്കെ ഓട്ടോമാറ്റിക്കലി മാനേജ് ചെയ്തോളും. നമുക്ക് പക്ഷേ സെപ്പറേറ്റ് MPPT ഉപയോഗിക്കുന്ന അത്ര ഒരു സേവിങ്സ് ഇതിൽ കിട്ടത്തില്ല. പക്ഷേ വീട്ടിൽ ഫുൾ ടൈം പവർ സപ്ലൈ കാണും, എന്നാൽ നമുക്ക് സോളാർ എന്നുള്ള സേവിങ്സ് കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ മറ്റൊരു സിസ്റ്റമാണ് ഈ കാണുന്ന രീതിയിലുള്ള 4 ബാറ്ററിയുള്ള സിസ്റ്റം. ഇത് അത്യാവശ്യം വലിയൊരു ഓഫ് ഗ്രിഡ് സിസ്റ്റമാണ്. ഇതും ഹൈബ്രിഡ് ഇൻവേർട്ടറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്ക് 150Hൻ്റെയോ 200Hൻ്റെയോ 4 ബാറ്ററികൾ ഉപയോഗിച്ചുകൊണ്ട് ഈ സിസ്റ്റങ്ങൾ നമുക്ക് ഡിസൈൻ ചെയ്യാൻ സാധിക്കും. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് വലിയ 550ൻ്റെ 4 പാനലുകളോ അല്ലെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള 390ൻ്റെയോ 400ൻ്റെയോ 6 പാനലുകൾ, ഇനി അതല്ലെന്നുണ്ടെങ്കിൽ 450ൻ്റെ 6 പാനലുകളൊക്കെ വെച്ചുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ഇത്തരത്തിലുള്ള സിസ്റ്റങ്ങൾ നമ്മുടെ വീട്ടിലെ ലൈവ് ലോഡിനനുസരിച്ച്, വീടിൻ്റെ കപ്പാസിറ്റി അനുസരിച്ച് നമുക്ക് ഡിസൈൻ ചെയ്ത് ഈസി ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്നവയാണ്. കൂടാതെ നമുക്ക് ഹൈബ്രിഡ് സിസ്റ്റങ്ങൾക്ക് പകരം സെപ്പറേറ്റ് MPPT ഉള്ള സിസ്റ്റങ്ങളും ഉപയോഗിക്കാം. ഇതിപ്പോൾ നമ്മൾ ഹാഫ് കട്ട് മോണോപ്പർക്ക് പാനലുകൾ ഉപയോഗിച്ചുകൊണ്ട് 150Hൻ്റെ 4 ബാറ്ററി ഉപയോഗിച്ചുകൊണ്ട് ചെയ്തിരിക്കുന്ന ഒരു 5 kV സിസ്റ്റമാണ് കാണുന്നത്. ഈ സിസ്റ്റങ്ങളൊക്കെ നമുക്ക് 2 ലക്ഷം രൂപ മുതൽ 3,20,000 രൂപ വരെയൊക്കെ പല റേഞ്ചിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അത് നമ്മൾ ഉപയോഗിക്കുന്ന പാനൽ സ്ട്രക്ചറൊക്കെ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. സോളാർ ഓഫ് ഗ്രിഡ് സിസ്റ്റങ്ങളുടെ കാര്യം പറയുമ്പോൾ ഏറ്റവും കൂടുതൽ പോപ്പുലർ ആയിട്ടുള്ള സിസ്റ്റംസ് ഡബിൾ ബാറ്ററിയിൽ 2 ബാറ്ററി ഓഫ് ഗ്രിഡ് സിസ്റ്റംസ് ആണ്. 2 kVA, 2.5 kVA, 3 kVA അങ്ങനെ രീതിയിൽ അതിൻ്റെ കപ്പാസിറ്റി മാറിക്കൊണ്ടിരിക്കും. 150Hൻ്റെ 2 ബാറ്ററികൾ, 200Hൻ്റെ 2 ബാറ്ററികളൊക്കെ നമുക്ക് ഉപയോഗിക്കാം. അവിടെ നമുക്ക് 2 പാനലുകൾ വെച്ച് യൂസ് ചെയ്യാം, 3 പാനലുകൾ യൂസ് ചെയ്യാം, 4 പാനലുകൾ യൂസ് ചെയ്യാം. നമ്മുടെ വീട്ടിലെ ലോഡ് അനുസരിച്ച് നമുക്ക് ഒരു 4,000 രൂപ വരെയുള്ള കറണ്ട് ബില്ല് ഈസി ആയിട്ട് 1,000 രൂപ താഴെ നമുക്ക് പിടിച്ചു നിർത്താൻ സാധിക്കും. കൂടാതെ വീട്ടിൽ പവർ പ്ലഗുകൾ ഒഴിച്ച്, അതായത് AC മോട്ടോർ ഒഴിച്ച് ബാക്കി എല്ലാ ഡിവൈസുകളും നമുക്ക് ഫുൾ ടൈം സോളാർ ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള ഓഫ് ഗ്രിഡ് സിസ്റ്റങ്ങളുടെ ഒരു അഡ്വാൻറ്റേജ്. 2 ബാറ്ററി സിസ്റ്റങ്ങൾ നമുക്ക് ഏകദേശം 1 ലക്ഷം രൂപ മുതൽ ഏകദേശം 1,60,000 രൂപ വരെ റേഞ്ചിൽ ഉണ്ട്. ഇപ്പോൾ നമ്മൾ കണ്ടതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് PWM ഇൻബിൽട്ട് വരുന്ന ചിലവ് കുറഞ്ഞ സിസ്റ്റങ്ങളും അവൈലബിൾ ആണ്. ഇപ്പോൾ ഈ കാണുന്ന 650 VA കപ്പാസിറ്റിയുള്ള ഒരു സോളാർ ഇൻവെർട്ടറാണ്. ഇതൊരു PWM ചാർജ് കൺട്രോളർ ഇൻബിൽട്ട് വരുന്ന ഒരു സിസ്റ്റമാണ്. നമുക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കറണ്ട് കണക്ഷൻ ഇല്ലാത്ത ചെറിയ ചെറിയ റൂമുകൾ, ഇപ്പോൾ റെൻ്റൽ റൂമുകളൊക്കെ അല്ലെങ്കിൽ ചെറിയ ഓഫീസുകൾ, ഒരു ഫാന്, ഒരു ട്യൂബ് ലൈറ്റ്, 1-2 ചെറിയ ലൈറ്റുകളൊക്കെയുള്ള ചെറിയ ഓഫീസുകൾക്കൊക്കെ വേണ്ടി ഇത്തരത്തിലുള്ള 650 VAയുടെ ഇൻവെർട്ടറും ഒരു 75-100Hൻ്റെ ബാറ്ററിയും നമുക്ക് ഉപയോഗിക്കാം. അതിൻ്റെ കൂടെ തന്നെ 180 വാട്ട്സിൻ്റെ അല്ലെങ്കിൽ 150 വാട്ട്സിൻ്റെ 2 പാനലുകളൊക്കെ പാരൽ ചെയ്ത് കൊടുത്തുകൊണ്ട് നമുക്ക് ചെറിയ രീതിയിൽ നമ്മുടെ വീട്ടിലെ ലൈറ്റുകൾ, അത്യാവശ്യം ഫാനുകൾ, കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാനുള്ള ഏകദേശം 20,000 രൂപയ്ക്ക് മുകളിൽ ചിലവാക്കി കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ചെറിയ സിസ്റ്റങ്ങൾ നമുക്ക് ചെയ്യാവുന്നതാണ്. ഇത്രയും നേരം നമ്മൾ പറഞ്ഞതെല്ലാം കോമൺ ആയിട്ടുള്ള സിസ്റ്റങ്ങളാണ്. ഇനി ഇതിലൊന്നും പെടാത്ത 3 ബാറ്ററി സിസ്റ്റംസ് അവൈലബിൾ ആണ്. അതായത് 36 വോൾട്ടിലുള്ള സിസ്റ്റംസ്. അത് നമുക്ക് സാധാരണ ഇൻവെർട്ടറിനെ MPPT ചാർജ് കൺട്രോളർ വെച്ചുകൊണ്ട് 4 അല്ലെങ്കിൽ 6 പാനലുകൾ വെച്ച് സോളാറിലോട്ട് കൺവേർട്ട് ചെയ്യാം. ഇനി അതിലെന്നുണ്ടെങ്കിൽ ഹൈബ്രിഡ് സിസ്റ്റംസ്, നമ്മൾ മുമ്പ് പറഞ്ഞാൽ MPPT ചാർജ് കൺട്രോളർ ഇൻബിൽട്ട് ആയിട്ട് വരുന്ന സിസ്റ്റംസ്. ഇതൊക്കെ സ്പെഷ്യൽ പർപ്പസിന് നമ്മുടെ ഡിസൈൻ പക്കായിട്ട് മാച്ച് ചെയ്യുന്ന സ്ഥലങ്ങളിൽ ഇത് ഉപയോഗിക്കാൻ പാടുള്ളൂ. അതായത് നമുക്കൊരു 1,500 മുതൽ 2,500 വാട്ട്സിനുള്ളിൽ ഉറപ്പായിട്ട് നിൽക്കുമെന്ന് അറിയാവുന്ന സ്ഥലങ്ങളിൽ മാത്രമേ ഇത്തരത്തിലുള്ള സിസ്റ്റംസ് നമ്മൾ ചൂസ് ചെയ്യാൻ പാടുള്ളൂ. ഇവിടെ നമുക്ക് 4 പാനലുകളൊക്കെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം വീട്ടിലുള്ള ഓൾമോസ്റ്റ് ഒരു 90% ലോഡുകൾ ഉപയോഗിക്കാം. വളരെ സ്മൂത്തായിട്ട് റൺ ചെയ്ത് പൊക്കോളൂ. അപ്പോൾ ഇങ്ങനെയുള്ള സിസ്റ്റങ്ങൾ നമുക്ക് അവൈലബിൾ ആണ്. ഇത് അത്ര കോമൺ അല്ല. 3 ബാറ്ററിയുള്ള സിസ്റ്റംസ് അത്ര കോമൺ അല്ല. അവിടെ നമുക്ക് 4 പാനൽ ഉപയോഗിക്കാം, 6 പാനൽ ഉപയോഗിക്കാം. നമ്മുടെ പകൽ സമയത്തെ ലൈവ് ലോഡ് അനുസരിച്ച്, ഉപയോഗിക്കുന്ന ബാറ്ററിയുടെ കപ്പാസിറ്റി അനുസരിച്ച് പല രീതിയിൽ അതിൻ്റെ ഡിസൈൻ ആസ്പെക്റ്റുകൾ മാറുന്നതിനനുസരിച്ച് നമ്മൾ ഡിസൈൻ ചേഞ്ച് ചെയ്യണം. ഇത് നമുക്ക് 1,80,000 രൂപ മുതൽ മുകളിലേക്ക് ചിലവ് വരാനുള്ള സാധ്യതയുണ്ട്. നമ്മളിവിടെ പറഞ്ഞിരിക്കുന്ന ചിലവുകൾ ഏകദേശ ചിലവുകൾ മാത്രമാണ്. ഇത് ഓരോ ഇൻസ്റ്റാളർമാർ ചെയ്യുന്ന ക്വാളിറ്റി അനുസരിച്ച്, ഡിസ്റ്റൻസ്, അതുപോലെ തന്നെ സമയാസമയം വരുന്ന പ്രൈസ് വേരിയേഷൻ, ഇതെല്ലാം അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ഇത് കാണുന്നവർക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടി മാത്രമാണ് ഇവിടെ വിലയെപ്പറ്റി പ്രതിപാദിച്ചിരിക്കുന്നത്. സോളാർ പവർ പ്ലാന്റുകളെ പറ്റി കൂടുതലായിട്ട് അറിയേണ്ടവർക്ക് നമ്മുടെ JK സോളാർ സൊല്യൂഷൻസ് എന്നുള്ള ചാനൽ എടുത്തൊന്ന് വിസിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പം അതിൽ ചെറുതും വലുതുമായിട്ടുള്ള സോളാർ പവർ പ്ലാന്റുകളുടെ പല ഇൻസ്റ്റലേഷൻ വീഡിയോസ് പൂർണ്ണമായിട്ട് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സോളാർ പവർ പ്ലാന്റുകളുടെ ഇൻസ്റ്റലേഷനുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ മറ്റൊരു സോളാർ റിലേറ്റഡ് ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് നമുക്ക് ചാനലിലൂടെ വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.